ദുരിതാശ്വാസ ക്യാമ്പിൽ ഭക്ഷണവും വെള്ളവുമില്ല, പൊറുതിമുട്ടി ജനം. നമസ്കാരം. ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ വിശേഷങ്ങളുമായി ജനയുഗം ടോപ്പ് 10 ന്യൂസിലേക്ക് സ്വാഗതം. പ്രളയക്കെടുതിയുമായി ബന്ധപ്പെട്ട് വിവിധ ജില്ലകളിൽ ആരംഭിച്ച ദുരിതാശ്വാസ ക്യാമ്പിൽ ഭക്ഷണവും വെള്ളവും ഇല്ലാത്തതിനെ തുടർന്ന് പൊറുതിമുട്ടി ജനം. പ്രശ്നം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന ധാരണ സർക്കാരിന് ഇല്ലാത്തതിനാൽ സംസ്ഥാനത്ത് പല ക്യാമ്പുകളുടെയും അവസ്ഥ ദയനീയമാണ്. ഭക്ഷണം നൽകാൻ വിവിധ സന്നദ്ധ സംഘടനകൾ തയ്യാറാണെങ്കിലും ഇത് ഏകോപിപ്പിക്കാൻ സർക്കാർ സംവിധാനമില്ല. ക്യാമ്പിൽ കഴിയുന്ന പലരും LDF സർക്കാരിന്റെ കാലത്ത് ദുരിതാശ്വാസ ക്യാമ്പുകൾ കാര്യക്ഷമമായി പ്രവർത്തിച്ചത് സർക്കാർ കണ്ടുപഠിക്കണം എന്നാണ് പറയുന്നത്. രാജ്യത്ത് പുതുതായി വാങ്ങുന്ന വാഹനങ്ങളുടെ മോട്ടോർ ഇൻഷുറൻസ് കാലാവധി വർദ്ധിപ്പിച്ച് സുപ്രീം കോടതിയുടെ സുപ്രധാന ഉത്തരവ്. അപകടത്തിൽപ്പെടുന്നവർക്ക് കൃത്യമായ നഷ്ടപരിഹാരം ഉറപ്പാക്കുന്നതിനും റോഡ് സുരക്ഷ ശക്തമാക്കുന്നതിനുമായി പുതിയ കാറുകൾക്ക് 4 വർഷത്തേക്കും ഇരുചക്ര വാഹനങ്ങൾക്ക് 6 വർഷത്തേക്കും തേർഡ് പാർട്ടി ഇൻഷുറൻസ് നിർബന്ധമാക്കി. നിലവിലുണ്ടായിരുന്ന കാലാവധിയിൽ 1 വർഷത്തെ വർധനവാണ് വരുത്തിയിരിക്കുന്നത്. പാണക്കാട് ഏടായിപ്പാലം റോഡിലുണ്ടായ വൻ മണ്ണിടിച്ചിലിന് പിന്നിൽ വൻകിട നിർമ്മാണങ്ങൾക്കായി നടത്തുന്ന അനധികൃത പാറ പൊട്ടിക്കലാണെന്ന ആരോപണം ശക്തമാകുന്നു. ദുരന്തം നടക്കുന്നതിന് തൊട്ടു മുൻപുള്ള ദിവസങ്ങളിലും പ്രദേശത്ത് മണ്ണുമാന്തി യന്ത്രങ്ങളും ഇലക്ട്രിക് ബ്ലാസ്റ്റിക് സാങ്കേതിക വിദ്യയും ഉപയോഗിച്ച് കൂറ്റൻ പാറകൾ തകർത്തതായി സമീപവാസികൾ വ്യക്തമാക്കുന്നു. തമിഴ്നാട്ടിൽ വിജയ് നേതൃത്വം നൽകുന്ന TVK സർക്കാരിന്റെ ആദ്യ ബജറ്റിൽ മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് ഉയർത്തുമെന്ന് പ്രഖ്യാപിച്ചു. ധനമന്ത്രി മാരി വിൽസൺ നിയമസഭയിൽ അവതരിപ്പിച്ച ബജറ്റിലെ പ്രഖ്യാപനം കേരളത്തിൽ വലിയ ആശങ്ക സൃഷ്ടിച്ചിരിക്കുകയാണ്. 2014 സുപ്രീം കോടതി വിധി മുൻനിർത്തി അണക്കെട്ടിലെ ജലനിരപ്പ് 136 അടിയിൽ നിന്ന് 142 അടിയാക്കി ഉയർത്തുമെന്നാണ് ബജറ്റ് പ്രഖ്യാപനത്തിലൂടെ തമിഴ്നാട് വ്യക്തമാക്കിയത്. പേടിഎം, ഫോൺപേ, ഗൂഗിൾ പേ തുടങ്ങിയ വഴിയുള്ള ഡിജിറ്റൽ UPI ഇടപാടുകൾക്ക് ഭാവിയിൽ കൂടുതൽ ചിലവേറിയേക്കാം. 2007 പേയ്മെന്റ് ആൻഡ് സെറ്റിൽമെന്റ് സിസ്റ്റം ആക്ടിൽ ഭേദഗതി വരുത്താനുള്ള പുതിയ ബിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ പാർലമെന്റിൽ അവതരിപ്പിച്ചു. ഡിജിറ്റൽ ഇടപാടുകൾക്ക് മർച്ചന്റ് ഡിസ്കൗണ്ട് റേറ്റ് ഈടാക്കാൻ സർക്കാരിന് അധികാരം നൽകുന്നതാണ് പുതിയ നിർദ്ദേശം. ലക്ഷദ്വീപിലെ പണ്ടാരഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട ദീർഘകാല തർക്കത്തിൽ ദ്വീപ് നിവാസികൾക്ക് ചരിത്ര വിജയവും ആശ്വാസവും നൽകി കേരള ഹൈക്കോടതി. വിവിധ ടൂറിസം പദ്ധതികൾക്കായി പണ്ടാരഭൂമി കൈവശപ്പെടുത്താൻ ലക്ഷദ്വീപ് ഭരണകൂടം ഇറക്കിയ ഉത്തരവ് ഹൈക്കോടതി പൂർണ്ണമായും റദ്ദാക്കി. ദ്വീപ് നിവാസികൾ നൽകിയ ഹർജികൾ വിശദമായി പരിഗണിച്ച ശേഷമാണ് കോടതി ഈ സുപ്രധാന ഉത്തരവ് പുറപ്പെടുവിച്ചത്. സംസ്ഥാനത്ത് കനത്ത മഴയെ തുടർന്ന് നിർത്തിവെച്ചിരുന്ന ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ വള്ളസദ്യ നാളെ മുതൽ പുനരാരംഭിക്കും. കഴിഞ്ഞ 5 ദിവസമായി ചടങ്ങ് മാത്രമായാണ് വള്ളസദ്യ നടത്തുന്നത്. പള്ളിയോടങ്ങൾ പമ്പയിൽ ഇറക്കുന്നത് സംബന്ധിച്ച തീരുമാനം പിന്നീട് അറിയിക്കും. ജൂലൈ 19-നാണ് ചരിത്ര പ്രസിദ്ധമായ ആറന്മുള വള്ളസദ്യക്ക് തുടക്കമായത്. മുത്തങ്ങ സമരവുമായി ബന്ധപ്പെട്ട് ഉയർന്ന വധശ്രമ കേസിൽ കൽപ്പറ്റ സെഷൻസ് കോടതി വിധിച്ച 5 വർഷത്തെ കഠിന തടവ് ശിക്ഷ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് ആദിവാസി ഗോത്ര മഹാസഭ നേതാവ് M. ഗീതാനന്ദൻ ഉൾപ്പെടെയുള്ള പ്രതികൾ കേരള ഹൈക്കോടതിയെ സമീപിച്ചു. വിചാരണ കോടതിയുടെ ഉത്തരവ് പൂർണ്ണമായി റദ്ദാക്കണമെന്നും തങ്ങളെ കുറ്റവിമുക്തരാക്കണമെന്നുമാണ് ഹർജിയിലെ പ്രധാന ആവശ്യം. കാട്ടാക്കടയിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥി ആദിശേഖർ കാറിടിച്ച് കൊല്ലപ്പെട്ട കേസിൽ ശിക്ഷ അനുഭവിക്കുകയായിരുന്ന പ്രതി പ്രിയരഞ്ജന് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചു. വിചാരണ കോടതി നൽകിയ ജീവപര്യന്തം ശിക്ഷ താൽക്കാലത്തേക്ക് മരവിപ്പിച്ചാണ് സുപ്രീം കോടതിയുടെ നടപടി. കുട്ടിയെ കൊല്ലുക എന്ന ഉദ്ദേശം പ്രതിക്ക് ഉണ്ടായിരുന്നില്ല എന്ന് വിചാരണ കോടതി നേരത്തെ നിരീക്ഷിച്ചിരുന്നു. ഇറാനുമായുള്ള കടുപ്പമേറിയ സൈനിക പോരാട്ടങ്ങൾക്കിടെ US-ന്റെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളിൽ വൻതോതിൽ ക്ഷാമം നേരിടുന്നതായി CNN റിപ്പോർട്ട് ചെയ്തു. US സൈന്യത്തിന്റെ പ്രധാന സുരക്ഷാ കവചങ്ങളിലൊന്നായ താഡ് ബാലിസ്റ്റിക് മിസൈൽ വേദ സംവിധാനത്തിന്റെ 80% ഇതിനോടകം ഉപയോഗിച്ച് കഴിഞ്ഞു. കൂടാതെ പേട്രിയറ്റ് മിസൈൽ ശേഖരത്തിൽ 50%-ന്റെയും ടൊമാഹാക് സംവിധാനത്തിൽ 30%-ന്റെയും കുറവുണ്ടായിട്ടുണ്ട്. ജനയുഗം ടോപ്പ് 10 ന്യൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ജനയുഗം വെബ്സൈറ്റ്, YouTube ചാനലുകൾ സന്ദർശിക്കുക.